മലമ്പുഴ കവയിൽ കുട്ടിയാനയ്ക്ക് രക്ഷകരായി വനം വകുപ്പ്. കവയിൽ കുടുങ്ങിയ കുട്ടിക്കൊമ്പനെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. വെള്ളം കുടിക്കാനെത്തിയ ആന ചെളിയിൽ പെടുകയായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, ഇത് എപ്പോഴായിരുന്നു സംഭവം? രക്ഷപ്പെടുത്തിയ കുട്ടിയാന രക്ഷപ്പെട്ട വനത്തിനുള്ളിലേക്ക് പോയോ? ഇന്ന് രാവിലെയാണ് മത്സ്യബന്ധനത്തിന് വന്നവർ, ഈ മലമ്പുഴ ഡാമിൽ മത്സ്യബന്ധനത്തിന് വന്നവർ ആന ചെളിയിൽ കുടുങ്ങി നിൽക്കുന്നത് കണ്ടത്. 8 മണിയോടുകൂടി തന്നെ വനം വകുപ്പിനെ വിവരമറിയിച്ചു. വനം വകുപ്പ് എത്തിയാണ് ഈ ആനയെ ചെളിയിൽ ഈ മലമ്പുഴ ഡാമിന്റെ റിസർവോയറിൽ വെള്ളം കുടിക്കാനെത്തിയ ആനക്കൂട്ടത്തോടൊപ്പമാണ് ഈ ഒരു കുട്ടിയാനയും വന്നതെന്നാണ് കരുതുന്നത്. അങ്ങനെ ചെളിയിൽ പെട്ട് നിൽക്കുകയായിരുന്നു. ആദ്യം ഓലമടൽ ഉപയോഗിച്ച് ആനയുടെ കാൽ ഭാഗത്ത് ഇട്ട് കൊടുത്ത് അതിൽ ചവിട്ടിയാണ് ആന ആ ചെളിയിൽ നിന്ന് പുറത്തു കടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തന്നെ ഈ കൂട്ടം ആനക്കുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തോടൊപ്പം ആനക്കുട്ടിയെ ചേർത്ത് വെച്ചു. ഗോകുൽ, ഇതും ജനവാസ മേഖല തന്നെയാണ് അല്ലേ? ഡാമിന്റെ പരിസരമാണെന്ന് പറയുമ്പോഴും അതിന് അടുത്തൊക്കെ ജനവാസ മേഖലയാണ്. മത്സ്യബന്ധനത്തിന് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അത് ഈ വേനൽക്കാലമാകുന്നതോടുകൂടി റിസർവോയറിൽ വന്നാണ് ആനക്കൂട്ടം വെള്ളം കുടിക്കുക. ജനവാസ മേഖലയോട് അതായത് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് ഈ ഒരു സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാൻ കഴിയാറുണ്ട്. അങ്ങനെ വന്ന് ആനക്കൂട്ടം മിക്കവാറും വൈകുന്നേരവും അതോടൊപ്പം തന്നെ രാത്രിയൊക്കെ ആയിരിക്കാം സാധാരണ വരാറുള്ളത്. അങ്ങനെ വന്ന് വെള്ളം കുടിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഈ ആനക്കുട്ടി ചെളിയിൽ ഉടൻ തന്നെ ആനക്കുട്ടിയെ ആ ചെടിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മൂത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി മത്സ്യബന്ധനത്തിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ മലമ്പുഴ ഡാമിന്റെ കീഴിൽ ഇത്തരത്തിൽ മത്സ്യം വളർത്തുന്നുണ്ട്. അവിടേക്കൊക്കെ തന്നെ ഈ മത്സ്യബന്ധനത്തിനൊക്കെ തന്നെ ആളുകൾ വരാറുണ്ട്. അവർ തന്നെയാണ് ഈ ആനക്കുട്ടിയെ കണ്ടതും അറിയിച്ചതും. ശരി ഗോകുൽ, ഒരു വശത്ത് നിരന്തരമായി വന്യജീവികൾ മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, മറ്റൊരു വശത്ത് വെള്ളം കുടിക്കാനായി വന്ന ചെളിയിൽ കുടുങ്ങിപ്പോയ ഒരു കുട്ടിയാനയെ രക്ഷിച്ച് വനം വകുപ്പ് രക്ഷപ്പെടുത്തി അവരുടെ സംഘാംഗങ്ങൾക്കൊപ്പം വിട്ടിരിക്കുന്നു.